ഹെൽത്ത് റിസർച്ച് സ്കോളറിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത്തവണ കുറച്ച് സാങ്കേതികമായ ഒരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ വേരിയബിൾസ് എന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ അത് ആശയം പങ്കുവച്ചിരുന്നു. വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗവേഷണത്തിന് വേണ്ടി നമ്മുടെ ഗവേഷണ സബ്ജക്ട്സിൽ നടത്തുന്ന മെഷർമെൻറ്റ്സ്, അപ്പോൾ പലതരം ആട്രിബ്യൂട്ട്സിനെ കുറിച്ചുള്ള മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കാറുണ്ട്. ചിലപ്പോൾ അത് ബ്ലഡിലെ ഷുഗർ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഹൈറ്റ് ആയിരിക്കും, വെയിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രത്യേക ജീനുകളുണ്ടോ ഇല്ലയോ എന്നുള്ള ചില സൂചനകളായിരിക്കും. ഇതെല്ലാം വേരിയബിൾസാണ്, കാരണം അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ വേരിയബിൾസ് പലതരത്തിലുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലേക്ക് വരുമ്പോൾ എന്ത് തരം വേരിയബിളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമായിട്ട് പറഞ്ഞാൽ ന്യൂമറിക് എന്ന് പറയുന്ന വേരിയബിൾസ്, അതായത് ന്യൂമറിക് എന്ന് പറയുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്പേഴ്സാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള മാനിപ്പുലേഷനും നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് നടത്താൻ സാധിക്കുന്ന തരത്തിലുള്ള അളവുകളെയാണ്, മെഷർമെൻറ്റ്സിനെയാണ് നമ്മൾ ന്യൂമറിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഹൈറ്റ്, വെയിറ്റ് നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് അനുസരിച്ച് ഏത് ലെവലിൽ വേണമെങ്കിൽ നമുക്ക് അളക്കാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ന്യൂമറിക് വേരിയബിൾ എന്ന് പറയുന്നത്. അതുകൂടാതെ ചില വേരിയബിൾസിനെ നമുക്ക് അങ്ങനെ അളക്കാൻ സാധിക്കില്ല, പക്ഷേ ഗ്രൂപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് ഒരു ഉദാഹരണമാണ്. AB എന്ന 4 ഗ്രൂപ്പായിട്ടാണ് നമ്മളെ ബ്ലഡ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ. അത് ലേബലാണ്. AB എന്നൊക്കെ പറയുന്നത് വെറും ഒരു നാമം മാത്രമാണ്, നമുക്ക് ആളുകൾക്ക് പേരിടുന്നത് പോലെയുള്ള ഒരു പേരാണ്. അപ്പോൾ അങ്ങനെ ലേബലിംഗ് ആയിട്ടുള്ള വേരിയബിൾസ് ഉണ്ട്. അതിന് ക്യാരക്ടർ വേരിയബിൾ എന്നൊക്കെയുള്ള പേരുകൾ പറയും. പിന്നെ ചിലത് നമ്മൾ ഗ്രൂപ്പിംഗ് വേരിയബിളാണ്. അതിന് ചിലപ്പോൾ പല ലെവൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, അപ്പോൾ 1ാം ക്ലാസ്, 2ാം ക്ലാസ്, അങ്ങനെ 1 കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 1.5 എന്നുള്ളൊരു ക്ലാസ് നമുക്കില്ല. അതുകൊണ്ട് 1, 2, 3 അല്ലെങ്കിൽ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ 3 കുട്ടികൾ, 2 കുട്ടികൾ, 5 കുട്ടികൾ, അതായത് 5.5 കുട്ടി വരില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വേരിയബിൾസ്, അത് അങ്ങനെയുള്ള എണ്ണങ്ങളുണ്ട്. അവ ചിലപ്പോൾ ഓർഡേർഡ് ആയിരിക്കും. അതിന് ഓർഡിനൽ എന്ന് പറയും. അതായത് ഒരു ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കോ വരുന്ന, ഇപ്പോൾ സോഷ്യോ എക്കണോമിക് ക്ലാസ്, ധനികൻ എത്രത്തോളം ആസ്തി ഒരു കുടുംബത്തിനുണ്ട് എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് മുതൽ ഏറ്റവും ധനികൻ എന്നുള്ള ലെവലിലേക്ക് പോകുമ്പോൾ 3, 4, 5 ക്ലാസ് ആയിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ അതിനൊരു ഓർഡറുണ്ട്. അതാണ് ഓർഡിനൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചില ടൈപ്പ് ഓഫ് വേരിയബിൾസാണ് സാധാരണയായി ഗവേഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ തരത്തിലുള്ള വേരിയബിൾസ് കൂടാതെ ചില പ്രത്യേകതരം വേരിയബിൾസും അനാലിസിസിൽ വരാറുണ്ട്. ചിലത് ലോജിക്കൽ വേരിയബിൾ എന്ന് പറയും. അപ്പോൾ അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ, ഫോൾസോ ട്രൂ എന്ന് പറയുന്നത് തന്നെ ഒരു വേരിയബിളാണ്. ഇപ്പോൾ ഈ ഒരു പ്രത്യേക ജീൻ ഈ ആളിലുണ്ടോ, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഉണ്ട് എന്ന് പറയുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള വേരിയബിൾസ് ഉണ്ട്. അതുകൂടാതെയുള്ള ഇൻറ്റിജർ വേരിയബിൾ, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണസംഖ്യ മാത്രം ആവാൻ സാധിക്കുന്ന വേരിയബിൾസ് ഉണ്ട്. ഇപ്പോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നൊക്കെയുള്ള നമ്പറാണ്, പക്ഷേ ആ നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇൻറ്റിജർ എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് ഏജ് എക്സ്പ്രസ് ചെയ്യുന്ന ഇൻറ്റിജറായിട്ടാണ്. ഇപ്പം 30 വയസ്സ്, 31 വയസ്സ്, 32 വയസ്സ്. ശരിക്കും പറഞ്ഞാൽ ഏജ് നമുക്ക് ഓരോ ദിവസവും ഓരോ സെക്കൻഡും ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ സാധാരണ ഒരാളുടെ ഏജ് പറയുമ്പോൾ 30 വയസ്സും 8 മാസവും 3 ദിവസവും 12 സെക്കൻഡും എന്ന് പറയാറില്ല. അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എത്ര വർഷം, എത്ര വയസ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു റൗണ്ടഡ് നമ്പറാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് പലതരത്തിലുള്ള വേരിയബിളിനെ ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് മാറ്റാൻ സാധിക്കും. അതായത് ഏറ്റവും കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്ന നമ്പറുകളെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. പേജ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏജ് ഗ്രൂപ്പായിട്ട് തിരിക്കാം. 10 വയസ്സിൽ താഴെ, 10 മുതൽ 20 വയസ്സ്, 19 വയസ്സ് വരെ, 20 മുതൽ 29 വയസ്സ് വരെ, അങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിക്കാറുണ്ട്. അല്ലെങ്കിൽ 30 വയസ്സിന് താഴെ മുകളിൽ എന്ന് ഗ്രൂപ്പായിട്ട് തിരിക്കാറുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വേരിയബിളിനെ നമ്മൾ വേറൊരു ഗ്രൂപ്പ് വേരിയബിളായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഗവേഷണത്തിൽ വളരെ പലപ്പോഴും ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ ചിലപ്പോൾ ഓർഡറിങ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓർഡറിങ് ഇല്ലാത്ത ഒരു വേരിയബിളിൽ നമുക്കൊരു ഓർഡർ കൊണ്ടുവരാൻ പറ്റും നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച്.
അപ്പോൾ പക്ഷേ അങ്ങനെ പോകുന്തോറും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ ലേബലിംഗ് വേരിയബിൾസാണ്, ക്യാരക്ടർ വേരിയബിൾസ്. അവയെ നമുക്ക് യാതൊന്നും ആ ലേബലിനെ ലേബിളായിട്ട് എടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പലപ്പോഴും അനാലിസിസിൻ്റെ സമയത്ത് ഇത് അറിഞ്ഞിരിക്കണം. എന്തിനാണ് ഈ ടൈപ്പ് ഓഫ് വേരിയബിൾ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഗവേഷണ പ്രശ്നം ആൻസർ ചെയ്യാൻ നമ്മൾ ഈ വേരിയബിൾസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ അവയെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് വേരിയബിളായിട്ടാണ്. അതായത് നമ്മളത് ശേഖരിക്കുന്നത് വേരിയബിൾസ് ആയിട്ടാണ്. പക്ഷേ അപ്പോൾ ഏത് ടൈപ്പ് വേരിയബിളാണ് നമുക്ക് ആവശ്യം എന്നുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്നനുസരിച്ചാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ ചെയ്യാൻ സാധിക്കുന്നത്. ചില ടെസ്റ്റുകൾ എല്ലാ ടെസ്റ്റുകളും എല്ലാ ടൈപ്പ് വേരിയബിളിലും ചെയ്യാൻ സാധിക്കുകയില്ല. ചില ടെസ്റ്റുകൾ ചിലതിന് മാത്രമേ യോജിക്കുകയുള്ളൂ. അത് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ ഡാറ്റ കളക്ഷൻ നടത്താൻ. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ആശയം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ നമുക്ക് വിശദമായിട്ടുള്ള ചർച്ചകൾ മറ്റൊരു അവസരത്തിൽ നമുക്കതിലേക്ക് മടങ്ങി വരാം.